നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളത് എല്ലാ ഭാഗവും ഔഷധയോഗ്യമായിട്ടുള്ള ഒരു സസ്യത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഏതാണ് ഈ ഒരു ഔഷധ സസ്യം എന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലേ. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ഇന്ന് നമ്മുടെ ഗിവ് എവേയുടെ 5th വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വീഡിയോയിൽ ചോദിക്കും. അപ്പോൾ അതിനുള്ള ആൻസർ തന്നു കഴിഞ്ഞാൽ നമുക്ക് വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ മുഴുവൻ കാണുക, ലൈക്ക് ചെയ്യുക, ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാളത്തെ നെക്സ്റ്റ് 6th വീഡിയോയുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറും കൂടെ തരിക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വഴിയെ നോക്കാം ആരാണ് വിന്നർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. മറ്റ് ഔഷധ സസ്യമൊന്നുമല്ല, നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ തന്നെ കോമൺ ആയിട്ട് കാണുന്നതും എന്നാൽ നമ്മൾ വേണ്ടത്ര തന്നെ ശ്രദ്ധ കൊടുക്കാത്തതുമായിട്ടുള്ള ഒരു ഔഷധമാണ് തഴുതാമ എന്നുള്ളത്. പുനർനവ, ബൊറേവിയ ഡിഫ്യൂസ എന്നുള്ള സയൻറ്റിഫിക് നെയിമിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇത്. അപ്പോൾ ഇത് കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിൽ നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. േഷു പുനർനവം ശാകം വിശേഷാത് ശോഫനാശനം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാവുന്ന നീര് വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആയുർവേദ ഔഷധം ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പുനർനവ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതിന് പ്രത്യേക തരം കഷായങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് അനീമിക് ആയിട്ടുള്ള ആളുകൾക്കും കൂടെ നമ്മൾ കഷായം പൊതുവെ കൊടുക്കുമ്പോൾ കുറച്ച് രൂക്ഷമായിട്ടുള്ളതിനൊക്കെ ഒന്ന് നോർമലാക്കാനും അല്ലെങ്കിൽ ആ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ തന്നെ നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പം അനീമിക് പേഴ്സണും ഇത് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. സശോഫ പാണ്ഡു ഹൃദ്രോഗ കാസൗരഹ ക്ഷത ശൂലനുത് എന്നും പറയുന്നുണ്ട്. അതായത് നമുക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻസോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു കഴിഞ്ഞാലും അതുപോലെ വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പാണ്ഡു രോഗം അതായത് ഈ പറഞ്ഞ പോലെ തന്നെ വിളർച്ച പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ, കാസ സംബന്ധമായ ചുമ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് സംബന്ധിച്ചുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനും ഒക്കെ തന്നെ നമുക്ക് നല്ല ശമനമായിട്ട് ഇത് പല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ എപ്പോഴും കൂടുതലായിട്ട് ഇതിനുള്ളൊരു ഉപയോഗം എന്ന് പറയുന്നത് ചിലർക്ക് മൂത്രം ഒഴിഞ്ഞു പോകാത്തൊരവസ്ഥയൊക്കെ വരും. അപ്പോൾ അത്തരം കണ്ടീഷനിൽ നമുക്ക് തഴുതാമയെ വളരെയധികം ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 15 20 തഴുതാമ വേരെടുത്ത് നന്നായിട്ട് അല്പം അധികം വെള്ളത്തിൽ തിളപ്പിച്ച് വറ്റിച്ച് അതൊരു 3 നേരമൊക്കെ ആയിട്ട് കുടിക്കുന്നത് ഇതുപോലുള്ള യൂറിനറി ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ മൂത്രം ശരിയായിട്ട് ഒഴിഞ്ഞു പോകാത്ത അവസ്ഥയിലൊക്കെ തന്നെ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി ഇത് പൗഡർ രൂപത്തിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാം പൗഡറൊക്കെ എടുത്താൽ മതി. അതൊരു 2 കപ്പ് വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് ഒരു കപ്പാക്കി വറ്റിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇനി യൂറിനറി കാൽക്കുലേ മൂത്രക്കല്ല് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു 10 മുതൽ 12 ദിവസം വരെ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തഴുതാമയുടെ വിത്തോ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഈ സാധാരണ നേരത്തെ പറഞ്ഞ ഡിക്കോക്ഷൻ കഷായോ 30-40 മില്ലിലിറ്ററൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു 12 ദിവസം തുടർച്ചയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ആ 5 മുതൽ 8 mm വരെ സൈസുള്ള സ്റ്റോണൊക്കെ ആണെങ്കിൽ ഇതുവഴി തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി തഴുതാമയുടെ ഇല നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് കണ്ണ് പല കാരണങ്ങൾ കൊണ്ടൊക്കെ വീർത്തിരിക്കുന്നതുണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ണ് അടച്ചിട്ട് കണ്ണിന് മുകളിൽ അല്പസമയം ഒരു ലേപ്പം പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് അതിൻ്റെ ഒരു തണുപ്പ് കണ്ണിലേക്ക് കിട്ടിയിട്ട് ആ ഒരു പ്രശ്നത്തിന് നമുക്ക് നീരും ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഗുണകരമായിട്ട് വരുന്നത് എക്സ്ട്രീമിറ്റീസിൽ, നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ തന്നെ കൂടുതൽ കാലിൽ നീര് വരുന്നൊരു കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ, അതൊരുവിധം ആളുകൾക്കൊക്കെ കാണുന്നതാണ്. അപ്പോൾ അത്തരം കേസിലൊക്കെ തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടോടെ ഭാഗങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ നീര് വേഗത്തിൽ വലിയുന്നതായിട്ട് കാണാറുണ്ട്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള കേസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർത്തവ വിരാമം എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, ചുട്ടുപുകച്ചിൽ, ഹോട്ട് ഫ്ലാഷസ് പോലുള്ള, അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ തഴുതാമ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അല്പം ഇളനീർ വെള്ളത്തിൽ കലക്കി കുറച്ച് സമയം വെക്കാം. അതിനുശേഷം നമുക്കത് അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് വളരെ ഗുണകരമായിട്ട് നമ്മുടെ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റുന്നതായിട്ട് കാണാറുണ്ട്. 1 മുതൽ 2 ഗ്രാം വരെയൊക്കെ തന്നെ ഈ തഴുതാമയുടെ വേരെടുത്തിട്ട് അരച്ച് അത് കഞ്ഞി വെള്ളത്തിൽ ചേർത്തിട്ട്
കുടിക്കുന്നതും തന്നെ വെള്ളപോക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വൈറ്റ് ഡിസ്ചാർജ് ഉള്ള കണ്ടീഷനൊക്കെ ആണെങ്കിൽ കുറയ്ക്കാൻ അത് വളരെ ഗുണകരമാണ്. ഇനി ജോണ്ടിസ് ഉള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഇതിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഡിക്കോക്ഷൻ നമ്മളൊരു 30 മുതൽ 40 ml വരെ ഉപയോഗിക്കാം. മുതിർന്നവർക്കാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് 20 ml കൂടുതൽ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഒരു 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊന്നും തഴുതാമ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി തഴുതാമ തന്നെ നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നന്നായിട്ട് ഉപ്പേരി വെച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മുടെ ഔഷധ സസ്യങ്ങളിൽ കർക്കിടക മാസത്തിലൊക്കെ പത്തിലയിലൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഇതുപോലുള്ള ഔഷധങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് വീടിന് പറമ്പിൽ ചുറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്നും ഫ്ലൂയിഡുകളാണ് നമ്മുടെ മാലിന്യങ്ങളെയൊക്കെ പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ, അതുപോലെ കിഡ്നിയുടെ പ്രവർത്തനം, കിഡ്നീൻ്റെ സെൽസിനെയൊക്കെ തന്നെ റെജുവിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് കിഡ്നി ഹെൽത്തിനും അതുപോലെ തന്നെയാണ് ലിവർ ഹെൽത്തിനും ഒക്കെ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. പക്ഷേ ആ ബോഡിയിലെ ഫ്ലൂയിഡിനെയൊക്കെ കളയുന്നത് കൊണ്ട് തന്നെ ഒബേസിറ്റി എന്നുള്ളത് മറ്റുള്ളത് കൊണ്ടായിരിക്കില്ല, നീര് വന്നിട്ടുള്ള ഒരു തടി തോന്നിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ അത് കുറയ്ക്കാനും ആ വണ്ണം കുറയ്ക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഴ്സൺ ആണെങ്കിൽ അവർക്കത് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം, നമുക്ക് ഹൈ ബി പി ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ ചെറുതായിട്ടൊരു ബ്ലഡിൻ്റെ പ്രഷർ നേരിയ തോതിൽ കൂട്ടുന്നു. അതൊരു ചെറിയ അളവിലൊന്നും ആയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കൂടുതൽ ആയിട്ടുള്ള ഹൈപ്പർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഉപയോഗിക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ജോയിൻറ്റ് പെയിനും മസിൽ പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇഥനോളിൻ്റെ അലർജി ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗർഭിണികളിലും ഇത് ഉപയോഗിക്കേണ്ടതില്ല. വെള്ള നിറത്തിലും ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നുണ്ട്. പക്ഷേ സ്വഭാവത്തിൽ ഏക സ്വഭാവമുള്ളതായതിനാൽ തന്നെ അത്ര തന്നെ കാര്യമാക്കേണ്ടില്ല. രണ്ടും ഏകദേശം ഒരു ഗുണം തന്നെയാണുള്ളത്. തഴുതാമ്പ് വേര്, ചുക്ക്, കച്ചോലം എന്നിവ സമമെടുത്ത് കഷായം വെച്ച് ഒരു 25 ml വീതം ഒരു 7 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് ഇതുപോലുള്ള ആമവാദത്തെ കുറയ്ക്കാൻ നല്ലതാണ്. കഫ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് തഴുതാമ വീരും വയമ്പും കൂടെ ചേർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ് ഉള്ളതുകൊണ്ട് മൂത്ര തടസ്സം മാറ്റാൻ വേണ്ടിയിട്ട് നിശേഷം സാധിക്കുന്ന ഒരു ഔഷധം തന്നെയാണ്. വെള്ള തഴുതാമ കഷായമാക്കിയിട്ട് അത് എള്ളെണ്ണയിൽ കാച്ചി അപ്ലൈ ചെയ്യുന്നതൊക്കെ തന്നെ വാതരക്തത്തെ ശമിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ വേരിൽ അടങ്ങിയിട്ടുള്ള ലിറിയോഡെൻഡ്രോൺ എന്നുള്ള ഒരു ഘടകം തന്നെ അപസ്മാരം പോലുള്ള ചില രോഗങ്ങളെയൊക്കെ തന്നെ ശമിപ്പിക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗുണങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കാരണം ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് ഒത്തിരി ഇതുപോലെയുള്ള ഔഷധ സസ്യങ്ങളെ നമ്മുടെ വീടിലും പറമ്പിന് ചുറ്റുമൊക്കെ തന്നെ കാണാറുണ്ട്. അപ്പോൾ ഇനി കാണുന്ന സമയത്ത് അതിനെ വെറുതെ കളയരുത് കേട്ടോ. ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ഏതൊരു ഔഷധ സസ്യം കണ്ടാലും അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറക്കില്ലല്ലോ, നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.